ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസ് 6.2 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഓക്കെ, യൂസിംഗ് തിയറം 6.1 പ്രൂവ് ദാറ്റ് എ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് ട്രയാങ്കിൾ പാരലൽ ടു അനദർ സൈഡ് ബൈസെക്ട്സ് ദ തേർഡ് സൈഡ്. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിളിലെ മിഡ് പോയിന്റിൽ നിന്നും മറ്റൊരു സൈഡിന് പാരലൽ ആയിട്ട് വരക്കുന്ന ലൈന് മറ്റേ സൈഡിനെ മിഡ് പോയിന്റിൽ തന്നെ അഥവാ ബൈസെക്ട് ചെയ്യും. മൂന്നാമത്തെ സൈഡിനെ ബൈസെക്ട് ചെയ്യും എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ്. തിയറം 6.1 യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം ഇഫ് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB, ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് എന്നാണല്ലോ വരക്കുന്നത്. അപ്പോൾ എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റേഷ്യോ എന്താണ്? 1:1 ആണ്. ഓക്കെ, അതേപോലെ തന്നെ പാരലൽ ടു ദ തേർഡ്, പാരലൽ ടു അനദർ സൈഡ്, മറ്റൊരു സൈഡിന് പാരലൽ ആണ്. അപ്പോൾ MN പാരലൽ ടു BC. ഓക്കെ, രണ്ട് കണ്ടീഷൻ. എം മിഡ് പോയിന്റ് ആണ്, നമ്മൾ പറഞ്ഞു മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ്, ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് എന്ന്. അപ്പോൾ എമ്മിനെ മിഡ് പോയിന്റ് ആയിട്ട് എടുത്താൽ ഇവിടുത്തെ റേഷ്യോ 1:1 ആണ്. പാരലൽ ടു അനദർ സൈഡ്, അപ്പോൾ MN പാരലൽ ടു BC ആണ്. ഇനി തിയറം 6.1 കൊടുക്കുക. എന്താ തിയറം 6.1? എ ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ് അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് വരക്കുന്ന ലൈന് മറ്റ് രണ്ട് സൈഡുകളെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ 1:1 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെയും റേഷ്യോ എന്തായിരിക്കും? 1:1 ആയിരിക്കും. അഥവാ AM/MB ഈക്വൽ ടു AN/NC ആയിരിക്കും. അപ്പോൾ അതും 1/1 എന്ന് കിട്ടും. 1/1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യല്ലേ, അല്ലേ? അപ്പോൾ AN/NC ഈക്വൽ ടു എന്ത് കിട്ടും? 1/1 എന്ന് കിട്ടും. എന്താ അതിനർത്ഥം? N എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണെന്ന് കിട്ടൂലേ? അഥവാ AN-ഉം NC-യും എന്താണ്? ഈക്വൽ ആണ്. 1:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെയും ക്രോസ് ചെയ്തു. AN × 1 AN, NC × 1 NC. അപ്പോൾ AN ഈക്വൽ ടു NC ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? N ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. ഓക്കെ.